ഇത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ +2 മാത്തമാറ്റിക്സിലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഈ മൈനേഴ്സും കോഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഡിറ്റർമിൻ്റ് ആണ്. ഡിറ്റർമിൻ്റെ ഓർഡറിന് 3/3 ആണ്. 3 റോയും 3 കോളവും ഉണ്ട്. ഇതിനകത്ത് മൈനർ എന്നുള്ളതിന് എമ്മും കോഫാക്ടർ എന്നുള്ളതിന് സിയും എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കോഫാക്ടർ പിന്നെ കണ്ടുപിടിക്കാം. നമുക്കിന്ന് ആദ്യം ചെയ്യേണ്ടത് മൈനർ എന്ന് പറയുന്ന മൈനേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ മൈനേഴ്സിൽ നമ്മൾ 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അതനുസരിച്ച് ഞാൻ തരംതിരിച്ചെഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ M11, M12, M13, M14, M21, M22, അതായത് ഓരോന്നിൻ്റെ പ്ലേസിൻ്റെ ആ ഒരു സാധനം അനുസരിച്ചാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം M11 എടുക്കും. M11 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ എലമെൻ്റാണ്. അപ്പോൾ M11 എന്ന് പറഞ്ഞാൽ ആ 1 വരുന്ന റോയും കോളം അങ്ങ് ഒഴിവാക്കണം. അത് കഴിഞ്ഞ ശേഷം മെട്രിക്സ് ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ. ഇപ്പോൾ M11 എന്ന് പറഞ്ഞാൽ ഈ റോയും കോളം അങ്ങ് ഒഴിവാകുമ്പോൾ പിന്നെ ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഭാഗം എങ്ങനെയാണ് ഒരു ഡിറ്റർമിൻ്റ് ആയിട്ട് കണക്കാക്കുക. ഈ ഡിറ്റർമിൻ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് മുൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 7 8 56 - 3 12 36. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ M12 എന്ന് M11 കിട്ടും. അതുപോലെ M12 എഴുതണം. M12 എന്ന് പറഞ്ഞാൽ ഈ M12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് M12 എന്ന് പറഞ്ഞാൽ ഈ എലമെൻ്റാണ്. ഈ എലമെൻറ്റിൻ്റെ ഈ എലമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ് വരുന്ന റോയും കോളം അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ T പോലെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോവും. പിന്നെ ഉള്ളത് ഈ 2 ഉള്ളൂ. ഇവിടെ 4 8 32 - 3 10 30 എന്ന് എഴുതുന്നു. എന്നിട്ട് അത് സോൾവ് ചെയ്യുന്നു. അതുപോലെ M13 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ റോയും ഈ കോളം അങ്ങ് ഒഴിവാക്കും. പിന്നെ ഈ ഒരു ഇത്രയും ഭാഗം കിട്ടും. അതിൻ്റെ ഡിറ്റർമിനൻ്റ് അങ്ങ് എടുക്കുക. അപ്പോൾ ഇത് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻറ്റും നമ്മൾ ചെയ്യുക. ഇപ്പോൾ M21 ആണ്. M21 എന്ന് പറഞ്ഞാൽ ഈ 4 ആണ് ഉദ്ദേശിക്കുന്നത്. ഈ റോയും ഈ കോളം അങ്ങ് ഒഴിവാക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി ഈ 16 12 8 എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് സോൾവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനെ ഇതുപോലെ അങ്ങ് എഴുതുക. ഇതാണ് നമ്മുടെ ഈ മൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം എഴുതുന്നത്. ഇനി കോഫാക്ടർ എങ്ങനെ എഴുതുന്നത് എന്നാൽ ഈ കോഫാക്ടർ ഇപ്പോൾ C വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. C11. ഇപ്പോൾ C11 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ C11 എഴുതുകയാണ്. C11 അത് M11ൻ്റെ. അപ്പോൾ ഈ C11 എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 1 1 അങ്ങ് ആഡ് ചെയ്യുക. 1 1 ആഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. 2 എന്ന് പറയുന്നൊരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഇതെടുത്തങ്ങ് എഴുതിയാൽ മതി. ആ മൈനർ എടുത്തങ്ങ് എഴുതിയാൽ മതി. അതിനടുത്ത C12 എഴുതുക. ഈ M മാറ്റി C അങ്ങ് എഴുതിയാൽ മതി. 12 എഴുതുക. ഈ 12ൽ 1 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3 എന്ന് പറയുന്നൊരു ഓഡ് നമ്പറാണ്. 3 5 ഇതൊക്കെ ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ ഒരു മൈനസ് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ അങ്ങ് എഴുതുക. മനസ്സിലായല്ലോ. അതുപോലെ M13 എഴുതുമ്പോൾ C13 എഴുതുക. C13 എഴുതുമ്പോൾ ഇതിന് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു ഈവൻ നമ്പർ കിട്ടും. 4 ആണ്. 4 വന്നാൽ നമ്മൾ ഈവൻ നമ്പർ വന്നാൽ ഒന്നും ചെയ്യേണ്ട, അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. ആ ആൻസർ എടുത്തങ്ങ് എഴുതിയാൽ മാത്രം മതി. അതുപോലെ തന്നെ C12 എഴുതണം. C21 എഴുതണം. C21 എന്ന് പറഞ്ഞാൽ ഈ 2 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ 3 കിട്ടും. 3 കിട്ടുന്നത് ഒരു മൈനസ് നമ്പറാണ്, ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അതിന് മൈനസ് കൊടുക്കുക. ഈ മൈനസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ആ മൈനസ് കൂടെ ആകുമ്പോൾ എന്ത് വരും? പ്ലസ് എന്ന് പറഞ്ഞ് വരും. 64. അതുപോലെ തന്നെ C22 എഴുതുക. C22 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ്. 2 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഈവൻ നമ്പർ. ഈവൻ നമ്പർ വന്നാൽ ആ ഉത്തരം മാത്രം എടുത്തങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അടുത്ത C2 3 ആണ്. അത് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ആ 5 എന്ന് പറഞ്ഞൊരു ഓഡ് നമ്പറാണ്. ആ ഓഡ് നമ്പർ വരുമ്പോൾ ഒരു മൈനസ് കൊടുത്തോണം. എന്നിട്ട് ഈ ആൻസർ എടുത്തങ്ങ് എടുക്കുക. അവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ അത് 2 കൂടെ പ്ലസ് ആയി പോയാൽ. അടുത്ത C31 ആണ്. ഈ C31 എന്ന് പറഞ്ഞാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ 4 ആണ്. അതൊരു ഓഡ് ഈവൻ നമ്പറാണ്. അപ്പോൾ ആ ഉത്തരം എടുത്തങ്ങ് എഴുതിയാൽ മതി. എത്ര? -38. അതുപോലെ C32 എഴുതുക. 32 എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പർ കിട്ടും. അപ്പോൾ ഒരു മൈനസ് കൊടുക്കണം. ആ മൈനസും കൂടെ ചേർന്ന് എന്താവും? പ്ലസ് ആവും. അപ്പോൾ ആ നമ്പർ മാത്രം എഴുതിയാൽ മതി. അതുപോലെ C33 എഴുതുക. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. 6 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ആ ആൻസർ എടുത്തങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ.